അങ്ങനെയാണ് പിന്നെ റെക്കോർഡിങ് വന്നപ്പോഴത്തേക്കും ഗിറ്റാറിസ്റ്റായിട്ടും അപ്പോൾ കീബോർഡും വരാൻ തുടങ്ങി. അങ്ങനെ കീബോർഡും നമുക്കങ്ങനെ നോ എന്ന് പറയാൻ അറിയാൻ പാടില്ല, കീബോർഡ് വായിക്കുമോ, യെസ്, എന്നിട്ട് അവരുടെ കോൾ ഷീറ്റിൽ നിന്ന് എന്നൊക്കെ പഠിക്കണത്. അതേപോലെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബാൻജോ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ചാക്കോളയുടെ ഓണർ ജോൺ ചാക്കോള ബാൻജോ തന്ന്. അദ്ദേഹത്തെ ഞാൻ ആഴ്ച പോയി വീട്ടിൽ പോയി പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ട് ബാൻജോ തന്ന് ബാൻജോ ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ അന്നൊക്കെ ചെറിയ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആണ് TS രാധാകൃഷ്ണൻ മ്യൂസിക് ഡയറക്ടർ ആദ്യത്തെ പടം എതിർപ്പുകൾ, അതിന് എന്നെ ബാൻജോ വായിക്കാൻ വിളിച്ച്. അപ്പോൾ ഞാൻ ബാൻജോ ആയിട്ട് അവിടെ ചെന്ന് കാലത്തെ അവിടെ നോക്കിയപ്പോൾ ഒരു 9 മണിയായപ്പോഴാണ് ചെന്ന്. ഞാൻ തലേദിവസം ഉറങ്ങാണ്ടാണ് ചെല്ലണത്, വേറെ ഏതൊരു പരിപാടി കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് ജെറി മാസ്റ്ററാണ് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യണതിന് നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓർക്കസ്ട്ര കമ്പോസ് ചെയ്ത് മുരളി ഫ്ലൂട്ട് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജെറി മാസ്റ്ററോട് ഞാൻ പറഞ്ഞു, മാഷ ബാൻജോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് ബാൻജോൻ്റെ ബിറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ ഇംഗ്ലീഷ് സ്റ്റൈലിൽ യു ആർ നോട്ട് സപ്പോസ് ടു പ്ലേ ബാൻജോ ടുഡേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എനിക്ക് എന്നെ വെറുതെ വിളിച്ചിട്ട് വന്നതാണ്, തിരിച്ച് പോകേണ്ടി വരുക എന്നൊക്കെ ഓർത്ത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, പോണാന്ന് ചോദിച്ചു. അതല്ല, ആ മൂലക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നുണ്ടാന്ന് ചോദിച്ചു. അത് ഞാൻ കണ്ട്, അതിൻ്റെ പേരറിയാമോ, അതിൻ്റെ പേര് മാൻലിൻ, അതാണ് വായിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഗിറ്റാർസിൻ്റെ കാര്യം പറഞ്ഞ അത് ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല, എനിക്ക് എൻ്റെ പേര് ആരോ പറഞ്ഞു തന്നെങ്കിൽ അതല്ലാണ്ട് വേറെ ഒന്നും എനിക്കിതിനെപ്പറ്റി അറിയാൻ പാടില്ല, ട്യൂണിങ്ങും അറിയാൻ പാടില്ല. പറഞ്ഞു ട്യൂണിങ് വയലിൻ്റെ ട്യൂണിങ്ങാണ്, വയലിസ്റ്റുകൾ അത് ചെയ്തു തരും, അല്ലെങ്കിൽ അവർ സഹായിച്ചു തരും, അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂണിംഗ് ഒക്കെ ചെയ്ത്, പക്ഷേ ഈ ട്യൂണിങ് കഴിഞ്ഞിട്ട് ഇത് ഏതൊക്കെ ഫ്രെട്ടിലാണ് ഏതൊക്കെ നോട്ടാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, പെട്ടെന്നൊന്നും സാധിക്കില്ലത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സാറ് ഒരു ടഫ് സ്കെയിലായിരുന്നു അത്, ഹിന്ദോള രാഗത്തിൽ. അത് നോട്ടൊക്കെ പറഞ്ഞു തന്നു, നോട്ടൊക്കെ ഞാൻ എഴുതിയെടുത്ത്. പിന്നെ ഒന്ന് വായിച്ച് നോക്കാം, പ്രാക്ടീസൊക്കെ ചെയ്യാമെന്നൊക്കെ എഴുതി, ഗ്രൂപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണമല്ലോ. അങ്ങനെ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ദാസിയേട്ടൻ ഫുൾ പാട്ട് പഠിച്ചിട്ട് ബൂത്തിലോട്ട് കയറി. അപ്പോൾ ജെറി മാസ്റ്റർ പറഞ്ഞു, ഇനിയിപ്പോൾ സമയമില്ല, നേരെ പോയി ബൂത്തിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് വല്ലതും പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ സമയം കൊണ്ട് ദാസിയേട്ടൻ പല്ലവി പാടുമ്പോഴത്തേക്ക് എനിക്ക് ബീജിയുടെ നോട്ട് എങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. എന്നാലും രണ്ടും കൽപ്പിച്ച് ദൈവമേ എന്ന് വിളിച്ചങ്ങോട്ട് എൻ്റെ ബൂത്തിലോട്ട് ഞാൻ കയറി. ദാസിയേട്ടനോടെ പല്ലവി പാടുമ്പോൾ ഞാനിങ്ങനെ അടുത്ത ബീജിയിൽ എന്താണൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി ബീജി വരുമ്പോൾ അങ്ങോട്ട് വായിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബീജിയിലും അതുപോലെ, അങ്ങനെ 2 ബീജിയും കുഴപ്പമില്ലാതെ പോയി. പിന്നെ അത് രണ്ടാമത് വായിച്ചോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ വായിച്ചു കാണുമായിരിക്കും. പക്ഷേ അധികം സമയം പാഴാക്കാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ആ വർക്ക് തീർന്നു. അപ്പോൾ എനിക്ക് തലേദിവസത്തെ ഉറക്കക്ഷീണമുണ്ട്. ഞാനും അവിടെ എല്ലാവരോടൊപ്പം പാട്ട് കേൾക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ ആദ്യം വായിച്ച മാൻഡലിൻ ബിറ്റല്ലേ, ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ബിറ്റ്, ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ, ചെല്ലുന്ന് അവിടെ ഒരു പകുതി പാട്ട് വരെ കേട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ വായിച്ചതൊന്നും കേട്ടാന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാൻ അവിടെ ഉറങ്ങി കിടന്നല്ല, ആ സോഫയിൽ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പാട്ട് എല്ലാവരും കേട്ട് എല്ലാവർക്കും തൃപ്തിയായി, എല്ലാവരും പോയി. ആകെ ഞാനവിടെ ഉള്ളതിൻ്റെ പേരിലായിരിക്കും ഒരു സ്റ്റാഫ് മാത്രം അവിടെ ഉണ്ടായിരുന്നു, അവശേഷിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അദ്ദേഹം കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അതെ, എവിടെയാണ് അപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞ്, ഇനി മുതൽ തരങ്ങണിയിലെ മാൻലിൻ വർക്ക് വരുമ്പോഴത്തേക്കും തന്നോട് വരാനാണ് ദാസിയേട്ടൻ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെ പോയി. ആദ്യമായിട്ടൊരു വർക്ക് വായിച്ചാൽ അത് മോശമാവോ ഇല്ലെന്ന് ഞാൻ കേട്ടുപോലുമില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ ദാസിയേട്ടൻ്റെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞത് വലിയൊരു അവാർഡാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്രീ ആണെങ്കിൽ വരാം, കാരണം ഞാൻ MSc സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. മാത്രമല്ല കലാഭവൻ്റെ പരിപാടി ഒരുപാട്, MSc സെക്കൻഡ് ഇയർ അല്ല, MSc ഫസ്റ്റ് ഇയർ. കലാഭവൻ്റെ പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് ലോങ് ജേണിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വരാൻ പറ്റുമെങ്കിൽ വരാം, ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോകുമായിരുന്നു. പക്ഷേ ആ ഒരു കമൻറ്റ് എനിക്ക് ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കാനുള്ളൊരു വലിയൊരു പ്രചോദനമായി. പക്ഷേ അത് ശേഷം മാൻലിൻ വായിക്കും, റെക്കോർഡിങ്ങിന് ബാൻജോ വായിക്കും, കീബോർഡ് വായിക്കും, ഗിറ്റാർ വായിക്കും, ഹാർമോണിയം വായിക്കും, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പക്ഷേ എൻ്റെ സ്വന്തം ട്രൂപ്പിൻ്റെ കാര്യം, ആ ട്രൂപ്പിൻ്റെ ഒരു നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു ഇത് വന്നു, ഒരു ആക്സിഡൻറ്റ്, സ്കൂട്ടർ ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് എൻ്റെ ഈ വിരൽ കുറേ ഭാഗം അങ്ങോട്ട് പോയി, ഒടിഞ്ഞില്ല ഭാഗ്യത്തിന്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ വായനയുടെ ഫ്ലെക്സിബിലിറ്റി പോയി. ഇത് വിരൽ വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരെ വന്നു. എനിക്കാണെങ്കിൽ അന്ന് KSFയിൽ ഇരിട്ടിയിൽ പോകണം, എനിക്കിവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞ മുംബൈക്ക് വിളിച്ചപ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അന്ന് ഗിറ്റാറാണ് കൂടുതൽ, മാൻഡലിനും വായിക്കുന്നുണ്ട്. ഈ വിരൽ അനങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ കീബോർഡൊക്കെ വായിക്കുന്നത് ഈ 3 വിരലും വെച്ച് മാത്രമാണ്. പക്ഷേ ഓരോ പരിപാടിക്കും വായിക്കുമ്പോൾ ഞാനൊരു ബിറ്റ് മനഃപൂർവ്വം ഇങ്ങനെ കുത്തി വായിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു ഫിസിയോതെറാപ്പി അല്ലേ വായന എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയാണ് പിന്നെ എനിക്ക് വായിക്കാം എന്നുള്ള, പണ്ടത്തെ ആ ഒറിജിനാലിറ്റി ഉണ്ടോ എന്നുള്ള എനിക്കിപ്പോഴും സംശയമുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമാനപ്പെട്ട ബിറ്റുകളൊക്കെ വായിക്കാം.
സോളോ പെർഫോമൻസും വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആണ് മാൻലിൻ്റെ കഥ. ഇപ്പോൾ ഈസി ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് മാൻലിൻ, ഏത് റെക്കോർഡിങ്ങിനാണെങ്കിലും ലൈവ് പ്രോഗ്രാമാണെങ്കിലും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബലാലൈക്ക അല്ല, അതിനു മുമ്പ് എനിക്ക് ഊത് എന്ന് പറഞ്ഞൊരു ഉപകരണം കിട്ടി. അത് വലിയൊരു സംഭവം, വലിയൊരു അനുഭവം, ഒരു അത്ഭുതമൊക്കെ തോന്നി. നമ്മുടെ അഫ്സൽ, ഗായകൻ അഫ്സലിൻ്റെ ജ്യേഷ്ഠൻ ബഹ്റിനിലുള്ള ഷംസു, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം എനിക്കൊരു ഊത് സമ്മാനിച്ചു. ഇതൊരു അറബിയുടെ വെച്ചിട്ട് പോയതാണ്. ഇത് ഇവിടെ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, താങ്കൾ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ഊതും പിടിച്ചിട്ട് ബഹ്റിൻ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ ഓരോരോ രാജ്യത്താണ് പരിപാടി, ഗൾഫ് മൊത്തം പരിപാടിയാണ്. അപ്പോൾ ഈ ബഹ്റിൻ എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിലേക്ക് പോകാൻ കുറച്ച് സമയം കൊണ്ട് ഫ്ലൈറ്റ് വരും. അപ്പോഴേക്കും ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഹയർ ഓഫീസറുണ്ട്, അദ്ദേഹം വിളിക്കണേ എന്ന് പറയും. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ വിസയിലോ പാസ്പോർട്ടിലോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവോ, ഞാനിവിടെ കുടുങ്ങുക എന്നൊക്കെ വിചാരിച്ച് പേടിച്ചാണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം എനിക്ക് ഭയങ്കര ബഹുമാനം, ഒരു അറബിയാണ്. എന്നിട്ട് പറഞ്ഞ്, താങ്കൾ ഈ ഞങ്ങളുടെ ഈ ദിവ്യമായ ഉപകരണം എങ്ങോട്ട് കൊണ്ടുപോകണം? ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ പല പല രാജ്യത്ത് ഇങ്ങനെ പ്രോഗ്രാമിന് പോകും, അപ്പോഴൊന്നും ഇത് വായിക്കില്ല, അതിനുശേഷം ഇന്ത്യയിൽ ചെന്നിട്ട് ഞാനൊന്ന് ശ്രമിക്കും. അപ്പോൾ താങ്കൾ വായിക്കുന്നത് ഇന്ത്യൻ മ്യൂസിക് ആയിരിക്കുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ അറബിക് മ്യൂസിക് ആയിരിക്കുമോ എന്ന് പറയും. അതുകൊണ്ട് അവർ ഭയങ്കര ബഹുമാനം അവർക്ക്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളിത് ദൈവം പോലെ കണക്കാക്കുന്ന ഒരു ഉപകരണമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്, അപ്പോൾ നിങ്ങൾ അവിടെ ചെറുത് നന്നായിട്ട് വായിക്കണം, ഞങ്ങളുടെ ഈ ഉപകരണം അവിടെ പ്രചരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യം. അപ്പോൾ എനിക്ക് സമാധാനമായത്. അപ്പോൾ ഞാൻ ചോദിക്കണം, അവരുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മ്യൂസിക്കിനോടും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രത്യേകിച്ച് ലൈവ് ഇൻസ്ട്രുമെൻറ്റ്. പിന്നെ ഞാൻ ഹിസ്റ്ററി വായിച്ചപ്പോഴത്തേക്കുമാണ് ഈ ഊതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. ഊതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദം എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ബൈബിളിൽ പറയുന്നതും ഖുറാനിൽ പറയുന്നതൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആദത്തിൻ്റെ ഒരു 4ാമത്തെ തലമുറക്കാരനാണ് എനിക്ക് തോന്നുന്നു ലാമാക്ക്, 4ഓ 5ഓ ലാമാക്ക് എന്ന് പറഞ്ഞ ആൾ. ആ സമയത്ത് ആ പ്രാകൃത ഒരു കസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തയിൽ ആ ബോഡി തൂക്കിയിടും, എന്നിട്ട് അവർ പോകും. കുറേ ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോഴത്തേക്ക് ആ കഴുകൻ ഇതിൻ്റെ ഫ്ലഷ് എല്ലാം തിന്നിട്ടുണ്ടാവും. പിന്നെ അസ്ഥികൂടം മാത്രമാവും, എന്നിട്ടാണ് അസ്ഥികൂടം കുഴിച്ചിടുക അല്ല എന്താണെന്ന് വെച്ചാൽ ചെയ്യണത്. അങ്ങനെ ഇവർ രണ്ടാമത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ലാമാക്കിൻ്റെ ബോഡി അസ്ഥികൂടം കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഈ ഒരു ഊതിൻ്റെ ഷേപ്പിലാണ് അതിങ്ങനെ മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഏതോ ഒരു ബിരുദൻ, പ്രത്യേകിച്ച് മ്യൂസിക്കായിട്ട് ബന്ധമുള്ളൊരു ബിരുദന് തോന്നി ഈ ഒരു ഷേപ്പിൽ നമുക്കൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഊതുണ്ടാക്കിയത്. ഊത് എന്നിട്ട് പിന്നീട് മിഡിൽ ഈസ്റ്റിലേക്കും ടർക്കിഷ്, ഈജിപ്ഷ്യൻ ഭാഗത്തേക്കൊക്കെ പ്രചരിപ്പിച്ചപ്പോഴത്തേക്കും അവരുടെ ഈ ദിവ്യമായ ഉപകരണമാണ്. അപ്പോൾ അതിന് ഫ്രെറ്റ്സ് ഇല്ല, ഗിറ്റാർ പോലെ ഫ്രെറ്റ്സ് ഇല്ല. അതേസമയം ഇതുപോലെ തന്നെ ഫ്രെറ്റ്സ് ഉള്ള ഇതേ ഷേപ്പിൽ തന്നെയുള്ള യൂറോപ്പിൽ വേറെ ഉണ്ട്. അതിൻ്റെ ഉപകരണത്തിൻ്റെ പേര് ഞാൻ മറക്കാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെയും പോയി, ഇതിങ്ങനെയും പോയി. ഇങ്ങനെയൊക്കെയാണ് ഓരോ ലൈവ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പാരമ്പര്യം. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ സംസ്കാരം തുടങ്ങിയ സമയം പോലെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമുക്കറിയാമല്ലോ, ഫ്ലൂട്ട്, അതുപോലെ വീണ, ദമരു, ശിവൻ്റെ കയ്യിൽ വീണ. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പുള്ള നമ്മുടെ സംസ്കാരമാണ്. അതാണ് പാശ്ചാത്യരെ വരെ സമ്മതിച്ചു പോണത്. നമ്മുടെ സംസ്കാരമാണ് ഏറ്റവും പഴക്കമേറിയതും, നമ്മുടെ സംഗീതവും അതുപോലെ നമ്മുടെ സംഗീതോപകരണങ്ങളുമാണ് ഏറ്റവും മഹത്വമേറിയതും പഴക്കമേറിയതും എന്ന് അവർ വരെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടുത്തെ വയലിസ്റ്റുകളാണെങ്കിലും ഏത് ഇൻസ്ട്രുമെൻറ്റ് പ്ലെയേഴ്സ് ആണെങ്കിലും അതുപോലെ വോക്കലിസ്റ്റുകളാണെങ്കിലും അവിടെയൊക്കെ പോയി പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോട്ട്സ് നോക്കിയിട്ടാണ് വായിക്കണമെങ്കിൽ നമ്മൾ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ നമ്മുടെ തലേന്നാണ് ഇത് വരണത്. ഇത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരാണ് പറഞ്ഞത് അതാണ് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ മഹത്വം. പിന്നെ മറ്റൊരു ഉപകരണം കിട്ടിയതാണ് എനിക്ക് ബലാലൈക്ക. അതൊരു വ്യത്യസ്ത റഷ്യൻ ഉപകരണമാണ്. റഷ്യക്കാർക്ക് ഈ ഊതു പോലെയുള്ള അവരുടെ മെയിൻ ഉപകരണമാണ് ബലാലൈക്ക. അതും സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അതെൻ്റെ കസിൻ്റെ മകൻ്റെ വീട്ടിൽ, അവിടുത്തെ ഫ്ലാറ്റിൽ ചെന്നു. എൻ്റെ കുമ്പാരിയും കൂടിയാണ് അനിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ ഒരു ബലാലൈക്ക ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. അപ്പോൾ എനിക്ക് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും മ്യൂസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമല്ലേ നോക്കുള്ളൂ, ഇതെന്താ സാധനം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ സാധനത്തിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷേ ഇത് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഇത് തൊട്ടടുത്ത് ഈ സ്ട്രീറ്റിൽ ഒരു ഹോട്ടലുണ്ട്, ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഡെയിലി മ്യൂസിക് പരിപാടി നടക്കുമായിരുന്നു നൈറ്റിൽ. ഒരു ദിവസം അവിടെ വെള്ളമൊക്കെ അടിച്ചപ്പോഴായിരിക്കും എല്ലാവരും കൂടി തല്ലുകൊടുത്ത് പോയി. അപ്പോഴേക്കും അവിടുത്തെ ഹോട്ടലിൻ്റെ മുതലാളി ആരൊക്കെ തോന്നി ഇതൊന്നും ഇനിയിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കീബോർഡും വലിയ വലിയ വില പിടിച്ച കീബോർഡും ഈ ബലാലൈക്കയും പിന്നെ ഇതേപോലെയുള്ള എത്തനിക് ഇൻസ്ട്രുമെൻറ്റ്സും ഡ്രംസും ഇതെല്ലാം സകല സാധനവും കൂടി റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കുറച്ച് ദിവസം അവിടെ ആ റോട്ടിൽ തന്നെ കിടന്നു വെച്ച്.
അപ്പോൾ ഓരോരുത്തർ കീബോർഡ് കൊണ്ടുപോയി, ചിലർ ഗിറ്റാർ കൊണ്ടുപോയി, ചിലർ ഡ്രംസ് കൊണ്ടുപോയി. അവസാനം അനിലിന് കിട്ടിയത് ഈ സാധനമാണ്. അപ്പോൾ അതാണ് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയി എന്തെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഞാനത് ഉപകാരപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അതെടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇപ്പോൾ നമുക്ക് എല്ലാം ഗൂഗിളിൽ കിട്ടുമല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ ട്യൂണിങ്ങും ഒറിജിനൽ സ്ട്രിങ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ പറ്റില്ല, അവരുടെ മ്യൂസിക് വായിക്കാൻ പറ്റുമായിരിക്കും, റഷ്യൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്ലാസിക് ഗിറ്റാറിൻ്റെ സ്ട്രിങ് ഇട്ടിട്ട് മാൻഡലിൻ്റെ ട്യൂണിങ്ങിൽ 3 സ്ട്രിങ്ങേ ഉള്ളത്. അങ്ങനെ ബലാലൈക്ക, ഊത്, അതുപോലെ ഇങ്ങനെ റെയർ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സിനിമക്കാണെങ്കിലും ആൽബത്തിനാണെങ്കിലും ഒക്കെ വായിക്കും. പിന്നെ കൂടാണ്ട് ചിലപ്പോൾ രമേശ് നാരായണൻ സാറിൻ്റെ ഒക്കെ ചില ആൽബത്തിനൊക്കെ സിനിമയൊക്കെ പോകുമ്പോഴത്തേക്കും അദ്ദേഹം ഓരോ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇതിൻ്റെ പേരെന്താണെന്ന്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് നോക്കും. അപ്പോൾ ഞാനവിടെ പോയിരിക്കും. എനിക്ക് ചെറുപ്പം പോലെ തന്നെ ഇതിനോടൊരു താല്പര്യമാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബിറ്റ് വായിച്ചോ എന്ന് പറയും, ഒരു ബിറ്റ് പറഞ്ഞു തരും, ഞാനത് നോക്കി വായിക്കും. ഇതിൻ്റെ പേരെന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ആ പേരവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടാകും, അത് ഞാൻ മറന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ ആണ്. പിന്നെ മെലോഡിക്ക, വേറെ പല വേറെ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കും. പക്ഷേ പിന്നെ സിത്താറൊക്കെ ഞാൻ പ്രാവശ്യമൊക്കെ ഇതിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ കോങ്കോഡ്രമാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്, ബോങ്കോസ് കോങ്കോഡ്രം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാറി. അങ്ങനെ ചൗട്ടർമോണിയം, കീബോർഡ്, പിയാനോ, ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ചെറുപ്പത്തിലെ പഠിക്കാൻ പറ്റാഞ്ഞതിൻ്റെ അല്ലെങ്കിൽ SSLC കഴിഞ്ഞിട്ട് എനിക്ക് മ്യൂസിക് ഐച്ഛികമായിട്ട് പഠിക്കാൻ പറ്റാഞ്ഞതിൻ്റെയൊക്കെ വിഷമം തീർക്കാൻ വേണ്ടിയായിരിക്കാം ഞാനിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ വിശാരദ് ഹിന്ദുസ്ഥാനി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയിങ്ങനെ വെറുതെ ഇവിടെ സ്റ്റോപ്പായിട്ട് കാര്യമില്ല. എന്നാൽ എനിക്ക് ഒരുപാട് സീനിയർ സ്റ്റുഡൻസൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കഴിവ് അങ്ങോട്ട് അല്ല നമ്മുടെ അറിവൊക്കെ അങ്ങോട്ട് പകർന്നു കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് എന്നെ പഠിപ്പിച്ച് ഡിഗ്രി എടുപ്പിച്ച് തന്ന വിജയസേനൻ സാറിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഇതിൽ പെടാത്ത രാഗങ്ങളായാലും അല്ല ഇതിൽ തന്നെ ഞാൻ പഠിക്കാത്ത എക്സാമിനേഷൻ അതിന് വേണ്ടി അല്ലാണ്ട് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കൃതികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ പിന്നെ അങ്ങനെ അദ്ദേഹം ആഴ്ചയിൽ എന്നെ അത് പഠിപ്പിച്ചു തരും. ചിലപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചോളം നമുക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് നോക്കി അതിൻ്റെ സ്വരങ്ങൾ നോക്കി അതിൻ്റെ ലിറിക്ക് നോക്കി നമുക്ക് സ്വന്തം പാടാം. അപ്പോൾ പാടുമ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ അത് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്രെയിൻ സ്റ്റക്കാവും. നമ്മുടെ കഴിവ് പലരും നല്ല സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റില്ല, പിന്നെ റെഫർ ചെയ്യേണ്ടേക്ക് വരും. അപ്പോൾ അത് വേണ്ട, നമുക്കതങ്ങനെ പഠിക്കാമെന്ന് പറയും. ഹിന്ദുസ്ഥാനി ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അത് തുടർന്നുകൊണ്ട് പോയാലുള്ള മറ്റൊരു ഗുണം ഡിഗ്രി എടുത്ത് ഇനി അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അപ്പോൾ ഡിഗ്രിക്ക് പറയുന്നത് വിശാരദ് എന്നാണ്, 7 വർഷത്തെ കോഴ്സ്. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ അലങ്കാറാണ്. അലങ്കാർ പക്ഷേ ഇവിടെ ഇരിക്കും, ബോംബെ പോകേണ്ടി വരുമെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഞാൻ എൻ്റെ സാറന്മാരോട് ആദ്യം പഠിപ്പിച്ചു തന്ന മോഹൻകുമാർ സാറിനോടും രമേശ് സാറിനോടും അല്ല വിജയസേനൻ സാറിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലൂടെ പഠിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ സമയത്ത് നമുക്ക് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അലങ്കാരം കൂടി ഒന്ന് എടുത്താൽ കൊള്ളാമെന്ന്. അപ്പോൾ അത്രയും രാഗങ്ങളും പഠിക്കാം, അത്രയും കമ്പോസിങ്ങിനൊക്കെ ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് മറ്റൊരു ആശ എൻ്റെ ഉള്ളിൽ കിടന്നിരുന്നത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു ആശയമായിരുന്നു ട്രിനിറ്റി കോളേജിൻ്റെ അപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു. കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽബർട്ട്സ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ട്രിനിറ്റി കോളേജിൻ്റെ സിലബസ് അനുസരിച്ച് തൃശ്ശൂരും ഒക്കെ ഇങ്ങനെ എൻ്റെ കോഴ്സുകളൊക്കെ ആരംഭിച്ചു. പക്ഷേ എനിക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റില്ലല്ലോ, എനിക്കിവിടെ നല്ല തിരക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അതിന് പറ്റിയ തിയറി മാത്രം പഠിച്ചാൽ മതി, എനിക്ക് പ്രാക്ടിക്കലായിട്ട് ഇനിയിപ്പോൾ പിയാനോ ഒന്നും പഠിക്കണ്ട. വെസ്റ്റേൺ മ്യൂസിക് തിയറി തന്നെ ഗ്രേഡ് 1, 2, 3, 4, 5, 6, 7, 8 വരെ ഉണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കും ഡിപ്ലോമകളുണ്ട്. അപ്പം മിനിമം ഒരു 8th ഗ്രേഡ് വരെയെങ്കിലും പാസ്സായാൽ കൊള്ളാം എന്ന് കരുതിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കുമാണ് ചോറ്റാനിക്കരയിലുള്ള ഒരു എബി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ പോയി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ ആഴ്ചയിൽ എൻ്റെ അടുത്ത് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അൾട്രാ ഫാസ്റ്റാണ്, കുറേ പേജ് ഇങ്ങോട്ട് കവർ ചെയ്യും. എന്നിട്ട് ഇതിനെല്ലാത്തിൻ്റെയും ഹോംവർക്ക് ഉണ്ട്, അത് ചെയ്തിട്ട് വേണം അദ്ദേഹത്തെ വിളിക്കാൻ, എന്നാലേ അദ്ദേഹം വരുള്ളൂ. അപ്പോൾ ഞാൻ കുറേ നാളത്തേക്കൊക്കെ ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ 7th ഗ്രേഡ് 8th ഗ്രേഡ് വരെയാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കാമെന്ന്. 7th ഗ്രേഡ് തീർന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അപ്പോഴാണ് എൻ്റെ മകൻ കീർത്തൻ്റെ, അവനും മ്യൂസീഷ്യനാണ്, റെക്കോർഡിസ്റ്റും കൂടിയാണ് ബോംബെയിൽ. അപ്പോൾ അവൻ്റെ കല്യാണം അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മാസത്തേക്ക് ഇനി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട്
അത് കഴിഞ്ഞിട്ട് മതി ഇനിയുള്ള പഠിക്കുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാലും ഗ്യാപ്പിലൊക്കെ ഇത്തിരി സമയം കിട്ടിയാൽ ഞാനതെടുത്ത് ഹോംവർക്കൊക്കെ കുറേശ്ശെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് 5th ഗ്രേഡ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, അതിന് നല്ലൊരു മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരിക്കലും നിർത്തരുതേ എന്നുള്ളൊരു അപേക്ഷയോടെയാണ് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ഓർമ്മ വരുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ദൈവം തരുന്നവരെ സംഗീതം പഠിക്കുക. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം, മെയിൻ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർമോണിയം എന്ന് പറയുമ്പോഴത്തേക്കും നീഗ്രോസ് കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല. എന്നാലും സംഗീതത്തിന് ഒറ്റ ഭാഷയല്ലേ ഉള്ളൂ. ഞാൻ പരീക്ഷകളൊക്കെ പഠിപ്പിച്ച് കുറേ ആൾ കൊടുത്തു. പിന്നെ അതിനുശേഷം അവർ പോയി, കലാഭവനിൽ വെച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചവിട്ട് ഹാർമോണിയം പഠിപ്പിച്ചു. അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലാണ് പഠിപ്പിച്ചത്. അതിനുശേഷം പിന്നെ കർണാട്ടിക് മ്യൂസിക് മേളകർത്തരാഗത്തിലുള്ള പ്രത്യേകതകളും അതിൻ്റെ മേളകർത്തരാഗമുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വിഭജന ചരിത്രം അതിങ്ങനെ കനകാംഗി രത്നാംഗി പോലുള്ള അത് ഒരു മ്യൂസിക് ഡയറക്ടർ വന്നു, അൻവർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ മേളകർത്തരാഗം പഠിപ്പിച്ചു തരണം, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോന്നും എനിക്ക് കമ്പോസ് ചെയ്ത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ കനകാംഗി ആണെങ്കിൽ കനകാംഗിയിൽ ഞാനൊരു മെലഡി കമ്പോസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത തവണ അദ്ദേഹം തന്നെ മ്യൂസിക് ഡയറക്ടറും കൂടിയാണല്ലോ, അദ്ദേഹം അതിൻ്റെ അകത്ത് മെലഡി കമ്പോസ് ചെയ്യും. അങ്ങനെ ഒരു പഠനമായിരുന്നു, അല്ലാണ്ട് കൃതികളൊന്നുമല്ല പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് കർണാട്ടിക് പഠിപ്പിച്ചു. പിന്നെ കർണാട്ടിക്കിൽ ഞങ്ങൾ പല ഹിന്ദു ഭക്തി ഗാനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹിന്ദുസ്ഥാനിയോ അല്ലെങ്കിൽ വേറെ വെസ്റ്റേണൊന്നും ചെയ്യാൻ പറ്റില്ല. കർണാട്ടിക് രാഗങ്ങളിൽ തന്നെ പല കമ്പോസ് ചെയ്യാനുള്ളൊരു ടാലൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊരു സൈഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെസ്റ്റേൺ ഗിറ്റാർ ചെറുപ്പം പോലെ തന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലെ തന്നെ വെസ്റ്റേൺ ഗിറ്റാറിൻ്റെയും ബുൾബുളൊക്കെ പിന്നീടാണ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ഞാൻ 6th ഇയർ വിശാരദിൻ്റെ 6th ഇയർ പാസ്സായി. പിന്നെ കുറച്ചാൾ ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എൻ്റെ മറ്റൊരു സ്റ്റുഡൻറ്റ്, അതും മ്യൂസിക് ഡയറക്ടറാണ്, സയൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഞാൻ KSFയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കാക്കനാട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞ് എനിക്കൊരു അക്കാഡമി തുടങ്ങണമെന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഇടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. വേണിച്ചേട്ടൻ വന്നിട്ട് അതിൽ ഹിന്ദുസ്ഥാനി പഠിപ്പിച്ച് തരണം. ഞാൻ പറഞ്ഞു ഹിന്ദുസ്ഥാനി ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല, ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ബേസിക്ക് വേണമെങ്കിൽ പഠിപ്പിച്ച് തരാം, അത് മതി, ആ ബേസിക്കിനുള്ള ആൾക്കാരല്ലേ ആദ്യം വരുള്ളൂ എന്ന് പറയും. അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു പഠിപ്പിച്ചോ, കുഴപ്പമില്ല, നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അക്കാഡമിയിൽ പോയി ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദുസ്ഥാനി അവിടെ നല്ല നല്ല ഗായകരും ഗായികമാരും ഒക്കെ അവിടെ വരുമായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് നിത്യാമാമൻ, സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ നിത്യാമാമൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യാമാമൻ. അതേപോലെ വേറൊരു മേഘാ ജോസൂട്ടി, അവരും പ്ലേബാക്ക് സിംഗറാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ബോംബെയിൽ നിന്ന് വന്ന ഒരു സീനിയർ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി, പിന്നെ അഞ്ജു ജോസഫ് പ്ലേബാക്ക് സിംഗർ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഗായകന്മാർ എനിക്ക് സ്റ്റുഡൻസായിട്ട് കിട്ടി. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോഴുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമുക്കത് അറിയണം, എന്നാലേ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ. അങ്ങനെ ഒന്ന് രണ്ട് വർഷം അങ്ങനെ അവിടെ പോയി പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കോവിഡ് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലായി. ഓൺലൈൻ ഞാനപ്പോൾ ഒരു മക്കളുടെ സഹായത്താൽ ഒരു പോസ്റ്ററൊക്കെ ഇട്ട് ഫേസ്ബുക്കിലിട്ട്, പിന്നെ പല രാജ്യത്തു നിന്ന് വേണി ഇഗ്നേഷ്യസ് എന്നുള്ളൊരു ബാനറാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ആ ബാനറിൽ ഒരുപാട് പേര് വിളിച്ച്, പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ മെയിനായിട്ട് ഹിന്ദുസ്ഥാനി വോക്കൽ. അപ്പോഴേക്കും എനിക്ക് ഡിഗ്രിയൊക്കെ കിട്ടിയല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഹിന്ദുസ്ഥാനി വോക്കൽ, ഹാർമോണിയം രണ്ടും ഹിന്ദുസ്ഥാനിയിൽ, പിന്നെ മാൻലിൻ, ബുൾബുളും ഹിന്ദുസ്ഥാനി സ്റ്റൈലിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മാൻലിൻ വെസ്റ്റേൺ സ്റ്റൈലിൽ. പിന്നെ കുറേ സ്റ്റുഡൻസ് ഉള്ളത് ഗിറ്റാറിൽ. പിന്നെ വോക്കോ ഹാർമോണിയം, പാട്ടുപാടി ഹാർമോണിയം വായിക്കുന്ന ഒരു അഫ്സലൊക്കെ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, വലിയ വലിയ മ്യൂസിക് ഡയറക്ടർമാരും അല്ലാത്തവരൊക്കെ അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും അന്വേഷിച്ച് വരുന്നുണ്ട്, സമയത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ്. ഹാർമോണിയം, ബുൾബുളും മാൻലിനും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് ബുക്കുകൾ എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ റെഫർ ചെയ്താൽ തന്നെ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. എവിടെ ചെന്നാലും ചെറുപ്പം പോലെ തന്നെ ഞാനിങ്ങനെ ബുക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയും കൂടിയായിരുന്നു. പൈസ നോക്കില്ല, എന്തോരം ബുക്ക് കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്ത് വീട്ടിൽ വെക്കും. കുറേ ഞാനെല്ലാം ദാനം ചെയ്തിട്ടുണ്ട്, എന്നാലും ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെപ്പറ്റി ഒന്നുകൂടി പറയാനാണെങ്കിൽ, ഞാനും എൻ്റെ ഭാര്യ ജൂഡിയും, പിന്നെ മൂത്ത പുത്രൻ താൻസൻ, രണ്ടാമത്തെ പുത്രൻ കീർത്തൻ, മൂന്നാമത്തെ ആൾ സെറീൻ, 5 പേരടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ ദൈവാധീനം കൊണ്ട് ഈ 3 പേരും മ്യൂസിക്കിലുണ്ട്, പല വകുപ്പിൽ. മെയിനായിട്ട് പാട്ടുകാരാണ്. പിന്നെ മൂത്ത 2 പേരും കീബോർഡ് പ്രോഗ്രാം ചെയ്യും, കീബോർഡ് വായിക്കും, പാട്ടും പാടും. കൂടാണ്ട് രണ്ടാമത്തെ ആൾ ബോംബെയിൽ നല്ലൊരു സ്റ്റുഡിയോയിൽ എൻജിനീയറാണ്. താൻസൺ ഒരു അക്കാഡമിയിൽ, ഷാൻ റഹ്മാൻ മ്യൂസിക് കൺസർവേറ്ററി എന്ന് പറഞ്ഞൊരു അക്കാഡമിയിലെ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ അതുമായിട്ട് സ്റ്റാഫ് ഹെഡുമാണ്.
അപ്പോൾ അവിടെ കീബോർഡ് മറ്റേ ഹിന്ദുസ്ഥാനിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡാൻസും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കീബോർഡ് വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്, പിയാനോയും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സെറീൻ ഇളയ മോള് വയലിൻ വായിക്കും, പാട്ട് പാടും, പാട്ടും പഠിപ്പിക്കുന്നുണ്ട് ഒരു അക്കാഡമിയിൽ പോയിട്ട്. കാക്കനാട് ഒരു കഥക് ഒരു എക്സ്പോണൻ്റ് ആയിട്ടുള്ളൊരു വാണി എന്ന് പറഞ്ഞൊരു അവിടെ ഒരു അക്കാഡമിയിൽ കളമശ്ശേരിയിൽ അവരവിടെ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ വയലിനും പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈനിലായിട്ടും അല്ലാതെയും. അങ്ങനെ മൊത്തം മ്യൂസിക്കിൽ വരാനുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെന്ന് പറയില്ല, എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല. വൈഫാണ് എത്ര ജോലി തിരക്കും, അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. ആണെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടിയോ ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു ഒരുപാട്. ചരിത്രം എന്നിലൂടെ എന്ന സഫാരി ചാനലിൻ്റെ ഈ പരമ്പരയിലൂടെ എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇതെല്ലാം എനിക്ക് ഓർമ്മയോടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഒട്ടുമിക്ക കാര്യങ്ങളും പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കേട്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സഫാരി ചാനലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു.